السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا أغثنا يا رسول الله صلى الله عليه وسلم. السلام عليكم يا أهل بدر رضي الله عنهم. السلام عليكم يا أصحاب بدر رضي الله عنهم. السلام عليكم يا شجعان الغزوة الكبرى. أعيننا بعونكم وانظرونا بنظركم أغيثونا بغوثكم يا أهل بدر رضي الله عنهم. السيد مرفوع ഹംസ കോയ തങ്ങളുപ്പാപ്പ ആ മഹാനായ തങ്ങളെ ആണ്ട് നിറച്ച ഈ വിശാലമായ സംരംഭത്തിലായിട്ട് കിട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി. അൽഹംദുലില്ലാഹ്, ഇത്രയും ഒരു ജനക്കൂട്ട ഈ ഒരു ആണ്ട് നേർച്ചത് കൂടിയത് കാണുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഹയാത്ത് കാലത്ത് ചമ്മ ആൽമാര് ഉപ്പാപ്പരെ ബന്ധപ്പെട്ടോണ്ടും എല്ലാ കഷ്ടകാർപ്പണ്യത്തുക്ക് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ സ്പന്ദനാക്കിക്കൊണ്ടിന്നെ ആൽമാറായിട്ട് കിടാറ് ഈ കൂടിയ ആൽമാർ. ഇവിടെ വന്നപ്പോ ഓരോരുത്തരും അനുഭവ കേൾക്കുമ്പോ വഫാത്തായി കിടന്ന ഈ മഹാനായ തങ്ങളുപ്പാപ്പ ബായി ബണ്ടില്ല, കാത് കേക്കില്ല, ആയെങ്കിലും ആ മഹാന്റെ പ്രത്യേകമായ ഒരു ജീവിത ശൈലി നോക്കിയിട്ട് ആൽമാരത് സ്വീകരിച്ചിട്ട് ആ മഹാന്റെ മനസ്ര ഉൽഗ സ്നേഹിച്ച ആൽമാറായിട്ട് കിടാറ് ഇവിടെ കൂടി. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് പൂക്കുഞ്ഞി തങ്ങൾ പാപ്പ നമുക്ക് ഗൊന്തുണ്ടു നന്റെ ചെറുപ്രായത്തിലെ അഥവാ പ്രപ്രഥമ ആത്തൂർ ദർസിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ ചെറുകുഞ്ഞി തങ്ങളുപ്പാപ്പ അവിടേക്ക് വന്നോണ്ടിന്ത് അഥവാ നന്റെ ചെറുപ്രായത്തിലെ നാ നോക്കിക്കൊണ്ടുള്ളൊരു തങ്ങളായിട്ട് കിടും. ആ മഹാന്മാർ നേതൃത്വം വഹിക്കുന്ന ഈ ഒരു സംരംഭത്തില് മൊത്തത്തില് ആ ഉദ്യാവര കുടുംബത്തില് അറിയപ്പെട്ട ഈ തങ്ങന്മാർ, ആ തങ്ങന്മാരെ പിരിച്ചവെച്ചിട്ടായിട്ട് കിട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി. ഇവിടെ കാണുമ്പോ വലിയൊരു അത്ഭുത കണ്ടോണ്ടുണ്ട്. എന്തെന്നില്ലാത്ത ഒരു വെളിച്ച എല്ലാ പറായത്താൽമാർ, അധികവും പറായത്താൽമാർ വന്നിട്ട് ഊടെ സേവാക്കിയോണ്ടും അപ്പറ ഇപ്പറ എല്ലാത്തും ഹിദ്മത്തോണ്ടുള്ളാർ റായത്തങ്ങ് കൂടിയിട്ട്. ഇതിന് മൂല കാരണം എന്തിരെ യാരൊന്നും പലക്ക പറയില്ല, അതിൽ പിന്നെ ചൊമ്മയാൽമാർ പലക്ക പറയുന്നുണ്ട്. മൂല കാരണം തങ്ങന്മാരെ ആദരിച്ചിട്ടുള്ള ഒരു ബഹുമാനിച്ചിട്ടുള്ള ഒരു സംഘമാണ്. മഹാന്മാരായ സാദാത്യങ്ങളെ ബഹുമാനിക്കേണ്ടത്, തങ്ങന്മാരെ ബഹുമാനിക്കേണ്ടത് അത് നിങ്ങളുടെ ഈമാന്റെ ഒരു ഭാഗമായിട്ട് കിട്ടും. നിങ്ങൾ നോക്കൂ,
ഈ മറപ്പെട്ട് കിടക്കിട മഹാനായ അംസക്കോയ തങ്ങളുപ്പാപ്പരെ, അല്ലെങ്കിൽ സയ്യിദ് പൂക്കുഞ്ഞി തങ്ങളുപ്പാപ്പ, അല്ലെങ്കിൽ എസ് എം തങ്ങളുപ്പാപ്പ, അല്ലെങ്കിൽ സലാം തങ്ങൾ, തങ്ങന്മാരെ ഏത് സിൽസിലെടുത്ത് നോക്കിയെങ്കിലും അങ്ങളെ ബാപ്പ, അങ്ങളെ ബാപ്പയുടെ ബാപ്പ, അങ്ങളെ ബാപ്പയുടെ ബാപ്പ ഡയറക്റ്റായിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോല് എത്രങ്കത്തെ ശൃംഖല അങ്ങ് ഡയറക്റ്റായിട്ട് ചൊല്ലുക. ഉടനെ ബാപ്പ, ബാപ്പയുടെ ബാപ്പ, ബാപ്പയുടെ ബാപ്പ ക്ലിയർ ആയിട്ട് പേര് സമേത അങ്ങനെ സിൽസില ഞങ്ങളെ കയ്യിലുണ്ട്. ഞങ്ങളെ കയ്യിൽ തങ്ങന്മാർ അല്ലാത്ത നന്റത്, അല്ലെങ്കിൽ അശ്അരി സഖാഫി ഉസ്താദ്, എസ്ബി ദാരിമി ഉസ്താദ്, ഞങ്ങാറും തങ്ങന്മാരല്ല. തങ്ങാവണെങ്കിൽ പഠിച്ചിട്ട് കിട്ടതല്ല, പൈസ കൊടുത്ത് കിട്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന്മാർ നക്ക് ഇപ്പം നെനപ്പുണ്ടു. താജുശ്ശേരി അലി കുഞ്ഞു ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റു കൊടുക്കുമാറാകട്ടെ. ഒരു സ്റ്റേജിൽ ഇങ്ങനെ തെച്ചോണ്ടിരിക്കുമ്പോ വലിയ കാര്യക്രമം, ഒരു 4 വർഷത്തെ കിടാവ് എതിർലിങ്ങനെ വന്നിട്ടുണ്ട്. എല്ലാ ആലിമീങ്ങൾ സദസ്സിൽ തെച്ചേരാ സ്റ്റേജിൽ താജുശ്ശേരി ഉസ്താദ് തെച്ചവിടെ എണിച്ചിത്ത്. നിങ്ങൾ വിചാരിച്ച 6 വലിയ താജുശ്ശേരിയെ കാട്ടി വലിയ ആൾമാർ 6 വന്നേ നോക്കുമ്പോ 6 വന്നിട്ടില്ല. ഈ 4 വർഷത്തെ കിടാവുടെ കണ്ടപ്പായിട്ടിക്കിട് താജുശ്ശേരി അലി കുഞ്ഞു ഉസ്താദ് എഞ്ചിതിന്റെ ആ 4 വർഷത്തെ കിടാവു തങ്ങായിട്ടിന്ത്. ചെറിയ വയസ്സായെങ്കിലും തങ്ങന്മാരെ കണ്ടെങ്കിൽ എഞ്ചി നിക്കട സ്വഭാവ ഞങ്ങളെ ആലിമീങ്ങളെ, ഞങ്ങളെ മഹാന്മാർ നിങ്ങൾക്ക് പഠിപ്പാട്ടി തന്നൊരാറ്. അൽഹംദുലില്ലാഹ്. നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിന്റെ ബാപ്പയുടെ പേര് നാ ചൊല്ലുവേ. നിന്റെ ബാപ്പയുടെ പേര് എം അബ്ദുറഹ്മാൻ ഹാജി, നിന്റെ ബാപ്പയുടെ പേര് ഹസൻ. ആ ബാപ്പയുടെ പേര് കേട്ടെങ്കിൽ നക്ക് കുന്തില്ല. 1-2 ബാപ്പടന്മാരെ പേര് നിങ്ങൾ ചൊല്ലുവാറ്. പക്ഷേ തങ്ങന്മാരങ്ങനല്ല. അതുകൊണ്ടായിട്ട് കിടു ഒരു മഹാൻ നമുക്ക് പഠിപ്പാട്ടുറോ. ലീ ഖംസത്തുൻ തുഫി ബിഹാ ഹർറൽ വബായിൽ ഹാതിമ അൽ മുസ്തഫ വൽ മുർത്തളാ വബ്നാഉമാ വൽ ഫാത്തിമ. എല്ലാ നിസ്കാരത്തിലും 5 വക്ത് നിസ്കാരത്തിലും ഞങ്ങൾ ഒരു കാവൽ കേട്ടോണ്ടുള്ള അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ. റബ്ബേ, ഖബറിന്റെ അദാബിനെ തൊട്ടു നരകത്തെ അദാബിനെ തൊട്ട് നിന്റെ മുട്ട നാൻ കാവൽ കേക്കിട. ഞങ്ങളെ മാജി സച്ചിവ ബഹുമാന്യ ശ്രീ റമനത്രൈ ഞങ്ങളെ സദസ്സ് കടന്നു വന്നോണ്ടുണ്ട്. അള്ളാഹു അയാൾക്ക് ആയുരാരോഗ്യ നൽകട്ട് ചൊന്നിട്ട് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥനാക്കണം. ഒരു മഹാൻ ചൊല്ലുടു, ലീ ഖംസത്തുൻ, നക്ക് 5 കാര്യമുണ്ട്, 5 വിഷയം എന്റെ കൽബിടെ ഉൽഗുണ്ടു. ഞാൻ ആരും പേടിക്കില്ല, ഞാൻ ആരും പേടിക്കില്ല. 5 വസ്തു എന്റെ ഹൃദയത്തെ ഉൽഗുണ്ടു. 5 വസ്തു ഉള്ളത് കൊണ്ടിട്ട് ഈ ദുനിയാവിൽ ഞാൻ ആരെയും പേടിക്കില്ല. എങ്ങനത്തെ പേടി? ഏത് പേടി? ജഹന്നം ചൊല്ല നരകത്തനക്ക് പേടിയില്ല. ജഹന്നം ചൊല്ല നരകത്തനക്ക് പേടിയില്ല. കാരണം 5 വസ്തുവരെ ഞാൻ പിരിസ വെച്ചിര. ലീ ഖംസത്തുൻ തുഫീ ബിഹാ ഹർറൽ വബായിൽ ഹാതിമ. ആ കത്തി ജ്വലിക്കറെ നരകാഗ്നിയുടെ
ആ നരകത്തെ തീയുടെ പൊളിച്ചുകളയുടെ കെടുത്തികളയുടെ 5 വസ്തു നന്റെ ഹൃദയത്തിൽ ഉള്ള കാലത്തോളം നാനാരെയും പേടിക്കില്ല കേട്ടോ. ആ 5 വസ്തുവിനെ ആ 5 വ്യക്തികളെ പിരിസവെച്ച കാരണം കൊണ്ട് നരകത്തെ തീട പൊളിച്ചുകളയുടെ അതുകൊണ്ട് അങ്ങളെ പിരിസവെച്ചത് കൊണ്ട് നക്ക് നരകത്ത് പോകോ സാധ്യയില്ല. നാൻ നരകത്ത് പോണ്ടില്ല. നക്ക് ധൈര്യം ഉണ്ടോ അങ്ങളൊട്ടിಗೆ സ്വർഗത്ത് പോണ്ടേണ്ട് ഒരു മഹാൻ ചൊന്ന ബൈത്ത് നിങ്ങക്ക് ഞാൻ ചൊന്നു തന്നല്ലേ. ആ 5 ആളാറ് ഇത് മാത്രം ചെന്നിട്ടു നന്റെ പ്രസംഗം ഞാൻ ഇപ്പാട്ടുര. ലീ ഖംസത്തുൻ തുഫീ ബിഹാ ഹർറൽ വബായിൽ ഹാതിമാ. ഒന്നാമത് അൽ മുസ്തഫ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ടിക്കട്. ആ തങ്ങളെ ഞാൻ കൽബിട ഉൽക പിരിസ വെച്ചിട്ടായിട്. അതേ നന്റെ സ്വന്തം ശരീരത്തെ കാട്ടി നന്റെ ഉമ്മടെ കാട്ടി നന്റെ ബാപ്പടെ കാട്ടി എല്ലാത്ത കാട്ടി മഹബത്ത് വെച്ചിട്ടായിട്. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളട്ടുള്ള മഹബത്ത്. അതുകൊണ്ട് ആ മഹബത്ത് നരകത്തതിയുടെ പൊളിച്ചുകളയിട്. അൽ മുസ്തഫ വൽ മുർത്തള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോളെ മാപ്പുല അഥവാ സയ്യിദുന അലിയും കറമല്ലാഹു വജ്ഹഹു ആ മഹാന്റം കൂടി ഞാൻ പിരിസ വെച്ചിറ. പിന്നെ 3-മത്തതും 4-മത്തതും വബ്നഹുമാ വൽ ഫാത്തിമ വബ്നഹുമാ മുത്തുനബിയുടെ 2 പുള്ളിമാറ് മുത്തുനബിയുടെ പേരക്കുട്ടിങ്ങ അഥവാ വബ്നഹുമാ അങ്ങളെ ജണ്ടാല മക്ക ചൊന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്ക മുത്തുനബിയുടെ പുള്ളിമാറ് 2 അഥവാ അൽ ഹസൻ വൽ ഹുസൈൻ. ആ ജണ്ടാൽമാരെയും ഞാൻ പിരിസ വെച്ചിട്ടായിട്. 5-മത്തെ ആളാറുകം തൊണ്ടാ വൽ ഫാത്തിമ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഒരു ബാപ്പ ഒരു മോളു 2 പുള്ളിമാറ് 1 മർമോണു. ഇങ്ങനെ 5 ആൽമാരെ മഹബത്ത് നന്റെ കൽബിലുള്ളത് കൊണ്ട് ഉതുഫീ ബിഹാ ഹർറൽ വബായിൽ ഹതിമാ. അതായിട്ടിക്കട് മുത്തുനബിയുടെ കുടുംബ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയിലൂടെ ഉണ്ടായ ഖിയാമത്ത് നാൾ തോലുവന്റെ ആ കുടുംബത്തെ പിർസബിക്കുറൂ. ആ കുടുംബത്തെ സ്നേഹിക്കുറൂ. അങ്ങായിട്ടിക്കട് നമുക്ക് സ്വർഗത്ത് പോണുകൊള്ള തേരു അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരും സദുദ്ദേശത്തെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. തങ്ങന്മാർ ആരായെങ്കിലും ഏത് സുന്നത്തു ജമാഅത്ത് പ്രസ്ഥാനത്തിൽ തങ്ങമാറിന്നെങ്കിലും ആ തങ്ങന്മാരെ ഒരു കണ്ടുകൊണ്ട് നോക്കുക. തങ്ങന്മാർ തന്നെ. അൽഹംദുലില്ലാഹ് സയ്യിദ് പൂക്കുഞ്ഞി തങ്ങളുപ്പാപ്പര സ്വഭാവ കാണുമ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോണ്ട. തങ്ങന്മാർ മാത്രല്ല, എത്ര ചെറിയ മുത്തഅല്ലിമിരെ കണ്ടെങ്കിലും ഏത് ആലിമിരെ കണ്ടെങ്കിലും ഏത് സംഘടനയുടെ ആലിമീങ്ങളെ കണ്ടെങ്കിലും ഒരുപോലെ ബഹുമാനിക്കടത്തെ സയ്യിദ് തങ്ങളുപ്പാപ്പരെ എല്ലാവരും സ്നേഹിക്കടൊരു തങ്ങളുപ്പാപ്പായിട്ടിക്കട് സയ്യിദ് പൂക്കുഞ്ഞി തങ്ങളുപ്പാപ്പാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ആ സ്വഭാവം നിങ്ങൾ പഠിക്കുക. അൽഹംദുലില്ലാഹ് ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന സയ്യിദ് ഹംസക്കോയ തങ്ങളുപ്പാപ്പ ചെറിയ വ്യക്തിണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. കണ്ണ് കാണാണ്ട കാത് കേൾക്കാണ്ട് ബായ് ബറാണ്ട് ഇങ്ങനെ ജീവിച്ച ഒരു മഹാനൊട്ട
ആയിരക്കണക്കിൽ ആൽമാർ വന്നിട്ട് ഒരു അഭയ കേന്ദ്രമായിട്ട് ഇന്നെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പര പേരിൽ ആണ്ട് നേർച്ച പ്രതി വർഷം നടന്നുകൊണ്ടുണ്ടു. പ്രതി തിങ്കള് മന്ത്ലി സ്വലാത്ത് മജ്ലിസ് ഇവിടെ നടന്നുകൊണ്ടുണ്ടു. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്രിബ് നിസ്കരിച്ചിട്ട് മദനിയും മജ്ലിസ് നടക്കിട്. അൽഹംദുലില്ലാഹ് ഇതിക്കെല്ലാം മാറും നല്ല സഹായ സഹകാരാക്കണു. അൽഹംദുലില്ലാഹ് ഇവിടെ നല്ലൊരു ഉന്നതമായ ദർസുണ്ടു. ഇൻഷാ അല്ലാഹ് ഇവിടെ മറപ്പെട്ട കിടക്കടമാണ്ട നിയന്ത്രണത്തിൽ നല്ല ഉയർന്ന ദർസും നല്ല ഉയർന്ന സംസ്ഥ ഇവിടെ നിലനിൽക്കണു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതേ മറപ്പെട്ട് കിടക്കുന്ന ഔലിയാക്കന്മാരും തങ്ങന്മാരും അങ്ങളെ ആ കറാമത്ത് അങ്ങളെ ആ പവാട വഫാത്തായിൽ പിന്നെ യാറായിട്ട് പോണ്ടു. നിങ്ങൾ നോക്കൂ, കർണാടകത്തിലും കേരളത്തിലുള്ള എല്ലാ മഖാം ഷരീഫ് എല്ലാ ഔലിയാക്കന്മാർ അങ്ങ് ഉള്ള പക്കത്തിൽ കിടന്ന പക്കത്തിൽ ദർസുണ്ടോ, അങ്ങ് കിടന്ന പക്കത്തിൽ കോളേജ് ഉണ്ടോ, അങ്ങ് കിടന്ന പക്കത്തിൽ പള്ളിയുണ്ടോ, അതുക്ക് ബേന്മായ വരുമാന അങ്ങ് കിടന്നിട്ടാക്കിക്കൊണ്ടുള്ളാർ. സയ്യിദ് മദനി ഉള്ളാലോ തങ്ങള് അതാ അവിടെ കിടന്നിറങ്ങിയിട്ടില്ലേ? ആ ഉള്ളാല ദരകത്തിൽ ഭർത്തയുടെ റെസിപ്റ്റ് വിളിച്ചിട്ട് കലക്ഷൻ ആക്കിടാറാ ഇല്ലല്ലേ? അങ്ങ് കിടന്നിട്ടാക്കിട പ്രവർത്തന, അങ്ങ് കിടന്നിട്ട് നിയന്ത്രിക്കണ നിയന്ത്രണ. ഈ മഹാനായ അംസകോയ തങ്ങളുപ്പാപ്പ ഇവിടെ കിടന്നിട്ടാക്കട സ്വറായിട്ടിക്കിട്. നിങ്ങളെല്ലാരും ഒരുമിച്ച് കൂട്ടുന്നതും കൂടെ വലിയ ദർസ് നടത്തുന്നതും കാരണ അങ്ങ് മരണത്തിൽ പിന്നെ അങ്ങളെ കറാമത്ത് യാറയാറായോണ്ട് പോണ്ടു. അങ്ങളെ ഹയാത്ത് കാലത്ത് നിങ്ങൾക്ക് എത്ര കൊന്താവല. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഇൻഷാ അല്ലാഹ് നീയെല്ലാം ഇതിക്ക് സപ്പോർട്ട് ആക്കണു. ഇത് എല്ലാത്തും നിങ്ങൾ ഹെൽപ്പാക്കണു. ആ മഹാ തങ്ങളുപ്പാപ്പ നിങ്ങൾ പിരിസബേക്കണു. നമ്മുടെ സയ്യിദ് പൂക്കുഞ്ഞി തങ്ങളുപ്പാപ്പ കിട്ടിയപ്പോ നാ ചൊന്നെ ഈ മഹാന്റെ ജീവന ചരിത്ര ഒരു നല്ലൊരു ബുക്ക് സംഗ്രഹാക്കണു. കാരണം കഴിഞ്ഞുപോയ മഹാന്മാരെ ജീവിത ചരിത്ര ഞങ്ങളെ പിൻതലമുറകുന്താവണു. കാരണ ഇങ്ങനത്തെ തങ്ങളിന്ത് ഇങ്ങനത്തെ മഹാൻ എന്തുണ്ട് പിൻതലമുറകുന്താവണു. കഴിഞ്ഞുപോയ സ്വഹാബിങ് അങ്ങനെയല്ലേ, ഔലിയാക്കന്മാർ അങ്ങനെയല്ലേ. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ കൊന്താവിടെ ഞങ്ങളെ ജീവിത ചരിത്ര ബുക്ക് വായിച്ചിട്ടും ഞങ്ങളെ കിതാബ് ഓതിട്ടല്ലേ ഞങ്ങൾക്ക് കൊന്താവിടെ. ഇനി ഒരു 10 വർഷം 100 വർഷം കഴിഞ്ഞാൽ പിന്നെ സയ്യിദ് ഹംസക്കോയ തങ്ങൾ ഉപ്പാപ്പട 100 വർഷം കഴിഞ്ഞാൽ പിന്നത്തെ തലമുറ കൊന്താവണ ഞങ്ങളെ ജീവിത ചരിത്ര ബുക്ക് എഴുതണു. ഇൻഷാ അല്ലാഹ് മഹാനായ ചെറുവത്തൂർ ഉസ്താദ് തൈപ്പത്ത ഉസ്താദ് നിങ്ങൾക്ക് കൊണ്ടുണ്ടോ? ആ തൈപ്പത്ത ഉസ്താദ് വഫാത്തായിട്ട് 29 വർഷം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് മല്ലൂരിലു നിങ്ങളെല്ലാവരും ദുആ പ്രകാരം അസാസ് എഡ്യൂക്കേഷൻ സെന്റർ ചൊല്ല സംസ്ഥ നടന്നുകൊണ്ടുണ്ടോ? ആ സംസ്ഥ അധീനത്തില് അണ്ടൊരു ബുക്ക് സംഗ്രഹാക്കിട്ട് ഇന്ന തൈപ്പത്ത് ഉസ്താദിന്റെ ജീവന ചരിത്ര ബുക്ക് 29 വർഷത്തെ മുന്നത്തെ വിഷയം നാ ചൊന്നെ അണ്ട് നാണ് പഠിക്കണ സന്ദർഭത്തില് അതിൽ ഓരോരുത്തരുടെ അനുഭവം ഉണ്ടോ. മഹാനായ മർഹൂം നന്റെ ഉസ്താദായ കോട്ട ഉസ്താദിന്റെ അനുഭവം അതിലുണ്ടോ, തായ്ക്കോട് ഉസ്താദിന്റെ അനുഭവം ഉണ്ടോ, മിത്തബൈൽ ഉസ്താദിന്റെ അനുഭവം ഉണ്ടോ, സുൽത്താൻ ഉസ്താദിന്റെ അനുഭവം ഉണ്ടോ, നൂറുൽ ഉസ്താദിന്റെ അനുഭവം ഉണ്ടോ, അങ്ങനെ പി എ ഉസ്താദിന്റെ അനുഭവം ഉണ്ടോ. പ്രഗൽഭന്മാരായ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും ആ തൈപ്പത്ത് ഉസ്താദിന്റെ ಬಗ್ಗೆ അനുഭവം ആ ബുക്കിലുണ്ടോ. അത് ഒരേ ഒരു കോപ്പി കണ്ടിട്ടോ ഇപ്പോൾ ചൊമ്മാൽമാർ ചൊന്നാൽ അത് റിലീസ് ആക്കണു. അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കില് പണ്ട വർഷത്തുക അത് ഞങ്ങൾ വ്യാപകമായിട്ട് പ്രചാരാക്കുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നിന്റെ പ്രസംഗം ഇപ്പാട്ടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സഖാഫി ഉസ്താദ് മദനിയും ഉസ്താദ് ഞങ്ങളെ സദസ്സുക്ക് വന്നോണ്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭ അല്ലാഹു യസസ്സിലും ബർക്കത്തിലും അല്ലാഹു തആല ആക്കി തീർക്കുമാറാകട്ടെ. ഇനി ചൊമ്മാൽമാര് ബഹുമാനപ്പെട്ട എസ് പി ദാരിമി ഉസ്താദ് അതേപോലത്തെ ചൊമ്മാൽമാരുടെ ഭാഷണാക്കുകൊണ്ട് ബഹുമാനപ്പെട്ട അശ്ശരി സഖാഫി ഉസ്താദ് ഉണ്ട് ദാറുൽ അശ്ശരിയ ആ സംസ്ഥരെ എല്ലാമായ അശ്ശരി ഉസ്താദ് ചൊമ്മ മഹാന്മാരുടെ ഉള്ളാറ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പ്രത്യേകമായിട്ട് നാളെ കളി 31 താരീഖ് ഡിസംബർ 31 താരീഖ് 2 മല്ലൂർ സ്ഥാപനയിൽ 15ാമത്തെ മജ്ലിസ് അഹ്ലുൽ ബദർ 15ാമത്തെ വാർഷിക പ്രയുക്ത മദനിയം മജ്ലിസ് നടക്കുക. അൽഹംദുലില്ലാഹ് നിങ്ങൾ എല്ലാവരും അവിടേക്ക് വരണം മാത്ര നിങ്ങളെ വിളിച്ചിട്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.